നിങ്ങൾ ആക്ച്വലി ഒരു രണ്ടാമത്തെ കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളതിന് ഇമോഷണലി റെഡിയാണോ? കുഞ്ഞു വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുള്ളിൽ നിന്ന് തോന്നുന്നതാണോ, അതോ ഇത് സൊസൈറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതാണോ? നിങ്ങളുടെ ആ ഒരു ഗിൽറ്റിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ടാമത് പേരൻ്റ് ആവാൻ ഒരുങ്ങുന്നത്? പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലേക്കും പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാരണവന്മാർ തമ്മിൽ വഴക്കമുണ്ടായിട്ടുള്ളത് മിക്കപ്പോഴും സഹോദരങ്ങൾ തമ്മിലാണ്. സ്വത്തിൻ്റെ പേരിൽ, അച്ഛനെയും അമ്മയും നോക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ പേരിൽ. രണ്ടാമത്തെ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ചിന്തിക്കേണ്ടത്? ഈ ഒറ്റ കുട്ടിയായിട്ട് വളരുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനോട്, രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ എനിക്കിനി ഒരു കുട്ടി വേണ്ട എന്ന തീരുമാനത്തിലിരിക്കുകയും എന്നാൽ ഈ സോഷ്യൽ പ്രഷർ കാരണം ഗിൽട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് പറയാനുള്ളത്. നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. വാഴ 2 സിനിമ ഇറങ്ങിയ സമയത്തെ ഈ ഒറ്റക്കുട്ടി മാത്രമുള്ള കുറേ പേരൻസിന് ഗിൽട്ട് ഉണ്ടായി. എൻ്റെ കുട്ടിക്ക് ഒരു കൂട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, ഒരു കുട്ടി മതിയെന്ന് തീരുമാനിച്ചത് നമ്മുടെ സെൽഫിഷ്നെസ് ആയി പോവോ, നാളെ അത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ കുറേ പേര് ആലോചിക്കുകയും ആ സമയത്ത് കുറേ പേര് അത് റീലിലൊക്കെ കോണ്ടൻ്റായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുന്നു, പക്ഷേ വീണ്ടും ഇതിൻ്റെ ഈ കരച്ചിലും ഇതിൻ്റെ പിന്നിലുള്ള ഉറക്കമില്ലാത്ത രാത്രികളും വഴക്കും ഒക്കെ ആലോചിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളത് വേണ്ട എന്ന് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ ഫണ്ണായിട്ട് എടുത്തവരുണ്ട്. അത് വളരെ ഇൻറ്റൻസായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും ഈ ഒറ്റക്കുട്ടിയെക്കുറിച്ചും ഈ ഒറ്റക്കുട്ടിയായി ജീവിക്കുന്നതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ലോൺലിനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണോ രണ്ടാമത്തെ കുട്ടി എന്നുള്ളതിനെക്കുറിച്ചുമാണ്. എൻ്റെ മൂത്ത മകൾ ഉണ്ടായിട്ട് 8 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ ആദ്യത്തെ ഒരു സമയത്തെ പോസ്റ്റ്പാർട്ടം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഉറക്കമില്ലാത്ത രാത്രികളുള്ള അടുപ്പിച്ച് 3 വർഷം. എൻ്റെ മകള് പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് റുട്ടീനിലേക്കൊക്കെ വന്നത് അവൾക്ക് 3 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പല സ്ട്രഗിളുകളും ആലോചിക്കുമ്പോൾ വീണ്ടും ആ ഒരു ഗർഭകാലം, പ്രസവം എന്നൊക്കെ എനിക്ക് ആലോചിക്കാൻ പോലും പേടിയായിരുന്നു. എൻ്റെ പാർട്ട്ണറും ഈക്വലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറ്റ് ടുക്ക് മീ 8 ഇയേഴ്സ്. അതിനിടയിൽ കുറേ കാര്യം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ പേരൻറ്റിങ്ങിനെ കുറിച്ചും ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുകയും സെൽഫ് അവെയർ ആവുകയും ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ കുറേ ഹീലിംഗ് അതിനിടയ്ക്ക് സംഭവിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കോൺഫിഡൻറ്റ് ഇനഫ് ആയത്. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു അവെയർനെസ് വെച്ചുകൊണ്ട് ഒരു രണ്ടാമത്തെ ഒരാളെക്കുറിച്ച് ചിന്തിക്കാം എന്ന് തോന്നിയത്. പക്ഷേ ഈ ഒരു 8 വർഷത്തിനിടയിൽ നമ്മൾ കേട്ടിട്ടുള്ള കുറേ കമൻ്റ് ഉണ്ട്. ഒറ്റ കുട്ടിയായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അത് അവൾക്ക് ദോഷം ചെയ്യും, അവൾ തന്നെയായി പോകും, അവൾ വളരെ സെൽഫിഷായി പോകും, അവൾക്ക് ഷെയറിങ് മെൻറ്റാലിറ്റി ഒന്നും ഉണ്ടാവില്ല, നാളെ അവൾ നിങ്ങളെ ഇതിൻ്റെ പേരിൽ അവൾ കുറ്റം പറയാനുള്ള സാധ്യതയുണ്ട്. ഒറ്റക്കുട്ടി എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സെൽഫിഷ്നെസ്സാണ്. അതായത് ആസ് പാർട്ട്നേഴ്സ് നമ്മളുടെ സെൽഫിഷ്നെസ് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ കൃത്യമായിട്ട് നമ്മൾ അമ്മമാരെ അപ്പോയിൻറ്റ് ചെയ്യുക. അവൾക്ക് ഇനിയും പ്രസവിക്കാനൊന്നും കഴിയാണ്ടാണ്, അവൾക്ക് അവളുടെ കരിയർ നോക്കണം, അവൾക്കത് നോക്കണം, അവൾക്ക് കൊച്ചൊറ്റയ്ക്കായി പോകുന്നുള്ള വിചാരമില്ല എന്നുള്ള പോലെയുള്ള കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡീനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പ്രസവിക്കാൻ തയ്യാറാത്തത്. ഇങ്ങനെയുള്ള പല കമൻറ്റ്സും നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടി ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ അവർക്കുണ്ടായേക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ഈ നാട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മളെ കോൺസ്റ്റൻ്റായിട്ട് റിമൈൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കും ഒരു പോയിന്റ് കഴിയുമ്പോൾ തോന്നി തുടങ്ങും, അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്നത് ഒരു ഇൻജസ്റ്റിസ് ആണോ, രണ്ടാമതൊരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ കുട്ടിയോട് എന്തോ അനീതി ചെയ്യുകയാണോ എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള തോട്ട് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് അമ്മമാരെ അല്ലെങ്കിൽ പേരൻസിനെ എനിക്കറിയാം ഈ ഒരു ചിന്തയിൽ നിന്നതുകൊണ്ട് മാത്രം രണ്ടാമത്തെ കുട്ടിയെ കൺസീവ് ചെയ്യാൻ തയ്യാറായവർ. മൂത്ത കുട്ടിക്ക് കളിക്കാൻ ആളില്ലാത്തത് കൊണ്ട്, മൂത്ത കുട്ടി കൂടുതൽ വഴക്കാളി ആവുന്നത് കൊണ്ട്, സെൽഫിഷ് ആവുന്നത് കൊണ്ടൊക്കെ ഒരു കൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരുപാട് പേരെ അറിയാം. രണ്ടാമത്തെ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ചിന്തിക്കേണ്ടത്? അതിന് മുന്നേ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ ഒറ്റക്കുട്ടിയായിട്ട് വളരുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഒറ്റക്കുട്ടിയായിട്ട് വളർന്നതിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഴ 2 പോലെയുള്ള സിനിമകൾ കണ്ടു കഴിയുമ്പോഴേക്കും കൂടെ പിറന്നവരല്ലേ എന്നുള്ള പാട്ടിട്ട് നമുക്ക് റീല് ചെയ്യാൻ ആളില്ലാണ്ട് പോകും എന്നുള്ളതാണ്. അതൊരു വലിയ പ്രസക്തമായ വിഷയമാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്കത് വളരെ ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, ചിലർക്ക് അത് കുറച്ച്
പ്രശ്നമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എനിക്കൊരു സഹോദരനോ സഹോദരിയോ ഇല്ലല്ലോ എന്നുള്ളത് വളരെ ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, അതങ്ങനെ ഇമോഷണലി എടുക്കുന്ന, പേരൻസിനെ അതിൻ്റെ പേരിൽ കുറ്റം പറയുന്ന ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലോൺലിനെസ് ഇവർക്ക് ഗ്രോയിങ് അപ്പിൻ്റെ പല സ്റ്റേജിലും തോന്നാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒറ്റക്കുട്ടിയായിട്ട് വളരുമ്പോഴുള്ള ഒരു പ്രശ്നം. അതുപോലെ ഇവർ ഇമോഷണലി കുറച്ചധികം ഈ പേരൻസിൽ ഡിപ്പെൻഡൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തിനും ഏതിനും പേരൻസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക്. അതുകൊണ്ട് ഇമോഷണൽ ഡിപ്പെൻഡൻസി പേരൻസിൽ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഷെയർ ചെയ്യുന്ന ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്ന രീതികൾ, ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് പേരൻറ്റിങ്ങിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ പറയുമല്ലോ, ഒരു സോഷ്യൽ സ്കില്ലൊക്കെ പലപ്പോഴും ഡെവലപ്പായി വരുന്നത് വീട്ടിലുള്ള ഇപ്പോൾ സിബ്ലിങ്സ് തമ്മിലുള്ള ഫൈറ്റ് ആയിക്കോട്ടെ, ഷെയറിങ് ആയിക്കോട്ടെ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ വീടിനുള്ളിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും എൻ്റേത് മാത്രമല്ല, ഇതിനൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളും കൂടി ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കൂടെ ഒരാളുള്ളത് അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉള്ളത് പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പഠിക്കാനും, ഞാൻ മാത്രമല്ല രാജാവ്, വേറെയും ആളുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയൊക്കെ പലപ്പോഴും ചെറുതിലെ തൊട്ട് നമുക്കത് മനസ്സിലായി വരണമെന്നുണ്ടെങ്കിൽ സിബ്ലിങ്സ് ഉള്ളത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഏരിയയിലും ചിലപ്പോൾ സിംഗിൾ ചൈൽഡായിട്ട് വളരുന്ന ആളുകൾ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. ഒറ്റ കുട്ടി മാത്രമാവുന്ന സമയത്ത് പേരൻസും കുറച്ചധികം പ്രൊട്ടക്റ്റീവ് ആവാറുണ്ട്. അത് നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് എന്ന് പറയില്ലേ, എല്ലാത്തിനും ഇങ്ങനെ പാമ്പർ ചെയ്ത് പിന്നാലെ നടന്ന് ഈ ഒരു കുട്ടിയുള്ളപ്പോൾ രണ്ട് പേരൻസിൻ്റെയും ഫുൾ അറ്റൻഷൻ ഈ ഒരാളിലേക്ക് വരുന്നത് കൊണ്ട് അവർ കുറച്ച് ഓവർ പാമ്പേർഡ് അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാനോ സ്വന്തം ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനോ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചൊരു റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാനോ, ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു എക്സ്പോഷർ കിട്ടാൻ ചിലപ്പോൾ സാധ്യത കുറയാറുണ്ട്. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പേരൻസിൻ്റെ മുഴുവൻ എക്സ്പെക്റ്റേഷൻസിൻ്റെ വെയിറ്റും ഒറ്റ ഒരാളിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പേരൻസിനെ പ്രൗഡാക്കേണ്ടത്, പിന്നെ ഈ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഇപ്പോൾ പേരൻസിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ അൺഹെൽത്തി ആവുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റിയും ഈ ഒരു ഒറ്റ ആളിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അവർക്കത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഞാനില്ലാത്തൊരു സമയത്ത് നീ ഒന്ന് നോക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു സിബ്ലിംഗ് ഇല്ലാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും മുതിർന്ന് വരുന്ന സാഹചര്യങ്ങളിൽ ഈ ഒറ്റ കുട്ടികൾ അനുഭവിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞതൊന്നും വളരെ ഡാമേജിങ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെയൊക്കെ ഒരു പേരൻറ്റ് ഒറ്റ കുട്ടി മതി എന്ന് ചൂസ് ചെയ്യുന്ന സമയത്ത് പേരൻസ് കോൺഷ്യസ് ആയിട്ട് ചില എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അതായത് കുട്ടിയുടെ ലോൺലിനെസ് ആയിക്കോട്ടെ, ഷെയർ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ആയിക്കോട്ടെ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആയിക്കോട്ടെ, ഇമോഷണൽ ഡിപ്പെൻഡൻസി ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺഷ്യസ് ആയിട്ട് പേരൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി ഒറ്റക്കുട്ടി ആവുന്നതിൽ പോസിറ്റീവ്സ് ഉണ്ടോ? അത് പലരും പറയുന്ന കാര്യമാണ്. ഒറ്റക്കുട്ടി ആയിരിക്കുന്നതിൽ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. കാരണം ഈ സ്നേഹം മുഴുവൻ ഒറ്റയ്ക്കാണല്ലോ കിട്ടുന്നത്, ഇതൊന്നും ഷെയർ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ പേരൻറ്റ് ചൈൽഡ് ബോണ്ട് വളരെ സ്ട്രോങ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒറ്റക്കുട്ടി ആവുന്നതിൽ ഒരു പോസിറ്റീവാണ്. പിന്നെ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സുകളൊന്നും ഷെയർഡ് ആയിട്ട് പോകുന്നില്ല. അതിപ്പോൾ പേരൻ്റൽ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ സ്നേഹം ആയിക്കോട്ടെ, ഒന്നും ഒരു റിസോഴ്സുകളും ഷെയർഡ് ആയിട്ട് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പോസിറ്റീവായിട്ട് കാണുന്ന പല ആളുകളും ഉണ്ട്. ചില ഒറ്റക്കുട്ടികൾ പറയാറുള്ളൊരു കാര്യമാണ് അവർ കുറച്ചും കൂടി സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അവർക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സമയം സ്പെൻഡ് ചെയ്യാനോ ഒറ്റയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകാനോ ഒന്നും ഒരു പ്രശ്നമില്ല. അവരിൽ തന്നെ ഒരു കണ്ടൻറ്റ് കണ്ടെത്തുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവരിൽ തന്നെ അവർ ഓക്കെയാണ്. അവർക്ക് ഇതിനൊന്നും വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറില്ല എന്നുള്ളത്. അതായത് പേരൻസ് വർക്കിംഗ് കൂടിയാണ്, ഒറ്റക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബോറടിക്കുന്ന സമയത്ത് അവർ തന്നെ ക്രിയേറ്റീവായിട്ടുണ്ടായിരിക്കും, അവർ തന്നെ പല മാർഗ്ഗങ്ങളും അതിന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ക്രിയേറ്റീവ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബോർഡം അവർ തന്നെ മാനേജ് ചെയ്യുക, എനിക്ക് ഞാൻ തന്നെ മതി എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ വളരുന്നത് കൊണ്ട് അവർക്ക് ഒറ്റയ്ക്കും ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റും എന്നുള്ളത് പലരും പോസിറ്റീവായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഒറ്റ കുട്ടികളായിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഔട്ട്സൈഡ് ഫാമിലിയും ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. കാരണം അവർക്ക് ഫ്രണ്ട്ഷിപ്പിലാണ് അവർ ആ ഒരു സിബ്ലിങ്ങിൻ്റെ സ്പേസും കൂടെ പലപ്പോഴും കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ ഫാമിലിക്ക് പുറത്തും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്, അല്ലെങ്കിൽ നമ്മൾ കസിൻസുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിനകത്തൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ബിൽഡ് ചെയ്യാൻ പലപ്പോഴും ഈ ഒറ്റ കുട്ടികൾക്ക് കഴിയാറുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു പോസിറ്റീവാണ്. ഇതൊക്കെ വ്യക്തികളെ ആശ്രയിച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചിലർ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞാൻ ഒറ്റ കുട്ടിയാണ്, എനിക്ക് അതുകൊണ്ട് ഒന്നും ഷെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല, ഇൻക്ലൂഡിങ് മൈ പേരൻസ് എൻ്റെ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഓക്കെയാണ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട്.
എന്നാൽ ഇതേ സമയത്ത് എൻ്റെ പേരൻസ് എന്നോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ്, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഈ പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, എക്സ്പെക്റ്റേഷൻസിൻ്റെ വെയിറ്റ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്ന് പറഞ്ഞ് പേരൻസിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വ്യക്തികളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെയാണ്, ഇപ്പോൾ സിബിളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സിബിളിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് കുട്ടികളെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ചില മിത്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടാമത്തെ കുട്ടി എല്ലാ പ്രശ്നവും ഫിക്സ് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ട്. കാര്യം മൂത്ത കുട്ടി കുറച്ച് വഴക്കുണ്ടാക്കുന്നു, മൂത്ത കുട്ടി കുറച്ച് ടാൻഡ്രം കാണിക്കുന്നു, മൂത്ത കുട്ടി കുറച്ച് സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇങ്ങനെയുള്ള എന്ത് കൺസേൺ വന്നു കഴിഞ്ഞാലും ആളുകൾ ആദ്യം പറയുന്നൊരു കാര്യം, ഇളയൊരു കുട്ടിയും കൂടെ വന്നാൽ ശരിയാവും. പോട്ടെ, പേരൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണെന്ന് വിചാരിക്കൂ, മാരേജ് വർക്കൗട്ട് ആവുന്നില്ല, അപ്പോഴും അവർ പറയും ഒരു കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും എന്ന് പറയും, ഉത്തരവാദിത്തം കൂടും, അപ്പോൾ കുറച്ചും കൂടെ ശരിയാവും എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നം ഫിക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളായിക്കൊള്ളണം എന്നൊരു നിർബന്ധവുമില്ല. ഈ പറഞ്ഞ രണ്ടാമത്തെ കുട്ടി മൂത്ത കുട്ടിക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ലോൺലിനെസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആളാവണമെന്നില്ല. ആൾ ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഓഫർ ചെയ്തു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ മൂത്ത കുട്ടിക്ക് കൂട്ടിന് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലുള്ള ഒരു കൂട്ട് വർക്കൗട്ട് ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ചില സമയങ്ങളിൽ രണ്ടാമത്തെ കുട്ടിയുടെ വരവ് മൂത്ത കുട്ടിക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു കമ്പാനിയൻഷിപ്പ് ആയിരിക്കില്ല കൊടുക്കുന്നത്. ചിലപ്പോൾ ആ എക്സ്പീരിയൻസ് അവർക്ക് ട്രോമയായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടി വരുന്നതോടെ മൂത്ത കുട്ടിയുടെ ലോൺലിനെസ്സിന് ഒരു അവസാനമാവും എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. രണ്ട് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഇത് രണ്ടുപേരുടെയും മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കും, അവർക്ക് ആ ഒരു ടുഗദർ ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷേ എല്ലാ കേസിലും അതും ട്രൂത്ത് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്കറിയാം, നമ്മൾ സിബ്ലിങ്സ് തമ്മിലുള്ള റൈവൽറി പല രൂപത്തിൽ കാണാറുണ്ട്. അത് ഈ പുരാണങ്ങളിൽ തൊട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. പുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലേക്കും പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാരണവന്മാർ തമ്മിൽ വഴക്കമുണ്ടായിട്ടുള്ളത് മിക്കപ്പോഴും സഹോദരങ്ങൾ തമ്മിലാണ്. സ്വത്തിൻ്റെ പേരിൽ, അച്ഛനെയും അമ്മയും നോക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ പേരിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുള്ളത് സഹോദരങ്ങൾ തമ്മിലാണ്. അല്ലെങ്കിൽ ഈ തീരെ ചെറിയ പ്രായത്തിൽ തൊട്ടുള്ള റൈവൽറി മുതിർന്ന സമയത്തും അതേപോലെ കീപ്പ് ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഒരു സഹോദരൻ ഉണ്ടാവുന്നുണ്ട്, സഹോദരി ഉണ്ടാവുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇവരുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതായിരിക്കില്ല. ചില സമയത്ത് ഇത് പുതിയ പ്രശ്നങ്ങളെ ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് വരുന്നത് വേറൊരാളുടെ ലോൺലിനെസ് മാറ്റാനുള്ള സൊല്യൂഷൻ ആയിട്ടാവരുത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നതും ആ ഒരു ഏരിയയെക്കുറിച്ചാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ആളാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയുള്ളൊരു സ്പേസിൽ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണോ, സൊസൈറ്റിക്ക് വേണ്ടി എടുക്കുന്നതാണോ, നിങ്ങളുടെ മൂത്ത കുട്ടിക്ക് വേണ്ടി എടുക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങൾ ആക്ച്വലി ഒരു രണ്ടാമത്തെ കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞുകൂടി വേണം എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ആഗ്രഹമാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളതിന് ഇമോഷണലി റെഡിയാണോ എന്നുള്ളതാണ്. ഇമോഷണലി റെഡി എന്ന് പറയുമ്പോൾ രണ്ട് പേരൻസും, പ്രത്യേകിച്ച് അമ്മമാർ, രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി റിസീവ് ചെയ്യാൻ ഇമോഷണലി റെഡി ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ ഡെലിവറി, അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വന്ന് അവർ ലൈഫിൻ്റെ പുതിയൊരു പേസിലേക്ക് എത്തുന്ന സമയത്ത് രണ്ടാമത് വീണ്ടും ഇതിൽ കൂടെ ഒക്കെ ഗോ ത്രൂ ചെയ്യാൻ നിങ്ങൾ ഇമോഷണലി റെഡി ആണോ എന്നുള്ളത്. ആൻഡ് ഓൾസോ മാരേജിൽ നിങ്ങൾ രണ്ടുപേരും വീണ്ടും ആ ഒരു സ്പേസ് കൊടുക്കാൻ റെഡി ആണോ എന്നുള്ളത് വളരെ മാറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യത്തെ ഒരു പ്രഗ്നൻസി, അത് കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം ടൈം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും റിലേഷൻഷിപ്പിൽ, അതായത് ഒരു മാരേജിൽ കോൺഫ്ലിക്റ്റുകൾ നടക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. കാരണം പ്രയോറിറ്റീസ് മാറുന്നു, നമ്മുടെ അതുവരെയുള്ള ലൈഫിലെ പല രീതികൾ മാറിപ്പോകുന്നു എന്ന് പറയുന്നത് പലപ്പോഴും പാർട്ട്നേഴ്സിനുള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ റിസോൾവ് ചെയ്ത് നിങ്ങൾ വീണ്ടും പഴയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇമോഷണലി രണ്ട് പേരും റെഡി ആണെങ്കിൽ മാത്രമായിരിക്കണം നമ്മൾ അടുത്ത കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഫിനാൻഷ്യലിയും മെൻ്റലിയും സ്റ്റേബിൾ ആണോ എന്നുള്ളതാണ്.
നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയും വാകേറിയ ദൈവം ഇരയും തരും എന്നൊക്കെ പറയുന്നത് പോലെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും കുഞ്ഞുങ്ങളെ ദൈവം തരുന്നതാണ്, നമ്മളത് റിസീവ് ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ആധുനിക ലോകത്തിൻ്റെ ഒരു രീതികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം എക്സ്പെൻസീവാണ് ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് തൊട്ട് അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ തൊട്ട് എല്ലാം വളരെ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി അങ്ങനെയൊന്നും അല്ലാത്തൊരു രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്താമെന്ന് തീരുമാനിച്ചാൽ പോലും ഈ ഒരു കമ്പാരിസൺ കൾച്ചർ കണ്ടുകൊണ്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അവർക്കത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കും നമ്മൾ മറ്റുള്ളവരുടെ കുട്ടികളെ പോലെ നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കോൺഫ്ലിക്റ്റിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി നമ്മൾ എത്രത്തോളം റെഡിയാണ് എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ മെൻ്റലി നമ്മൾ സ്റ്റേബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ ടാൻട്രം തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടി ബഹളം വെക്കുമ്പോൾ നിങ്ങൾ അതിൽ ഒച്ചയിൽ ബഹളം വെക്കുന്ന പേരൻ്റാണ്, നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടുന്നില്ല, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ്, പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഈ ഒരു കുട്ടിയെ നോക്കാൻ തന്നെ നിങ്ങൾക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ രണ്ടാമത്തെ ഒരു കുട്ടിയെ കൂടി ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ മൂത്ത കുട്ടിയുടെ ലോൺലിനെസ് മാറ്റാൻ, മൂത്ത കുട്ടിയുടെ സ്വഭാവം നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഒരു കുട്ടിയെ കൂടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശരിക്കും ഒരു കൈവിട്ട കളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെൻ്റലി സ്റ്റേബിൾ ആണോ, നിങ്ങൾക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ റെഗുലേറ്റഡ് ആയിട്ടാണോ നിങ്ങളുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രമാണ് അടുത്തൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞ് വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുള്ളിൽ നിന്ന് തോന്നുന്നതാണോ അതോ ഇത് സൊസൈറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നതാണോ, നിങ്ങളുടെ പേരൻസ് നിർബന്ധിക്കുന്നത് കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ തന്നെ ചിലപ്പോൾ പറയൂ കേട്ടോ. ഈ മൂത്ത കുട്ടികളൊക്കെ കുറച്ച് വലുതായി വരുമ്പോൾ എനിക്ക് പത്മയൊക്കെ ഒരു പ്രായമായപ്പോഴേക്കും പറഞ്ഞു തുടങ്ങിയായിരുന്നു, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവർക്കും സിബ്ലിങ്സ് ഉണ്ട്, അപ്പോൾ എനിക്കും വേണം, എനിക്കും വാവ വേണം എന്നൊക്കെ പറയുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇത് സോഷ്യൽ പ്രഷർ കൊണ്ടാണോ, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകൾ നിരന്തരം നിർബന്ധിക്കുന്നത് കൊണ്ട് അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ നിങ്ങൾക്ക് വിത്തിൻ ആ ഒരു ഡിസയർ ശരിക്കും ഉള്ളത് കൊണ്ടാണോ? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആ ഒരു ഗിൽറ്റിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ രണ്ടാമത് പേരൻ്റ് ആവാൻ ഒരുങ്ങുന്നത്? ഗിൽട്ട് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഗിൽട്ട് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ കുഞ്ഞിനെ വളർത്തിയ രീതി, അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെയൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഗിൽട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ രണ്ടാമത് ഒരു കുഞ്ഞെന്ന് ആലോചിക്കുന്നത്? അല്ലെങ്കിൽ മൂത്ത കുട്ടി നമ്മൾ കാരണം ഒറ്റപ്പെടും, ഇനി നമ്മളില്ലാത്തൊരു ലോകത്ത് ചിലപ്പോൾ അവർ സഫർ ചെയ്യും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ നമ്മൾ വീണ്ടും ഒരു കുഞ്ഞെന്ന് ചിന്തിക്കുന്നത്? അപ്പോൾ ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ ഒക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് നമുക്ക് അടുത്തൊരു കുട്ടി വേണമോ വേണ്ടയോ എന്നുള്ളത്. അല്ലാതെ ഒരു സിനിമ കണ്ടതുകൊണ്ട് ആ സമയത്തുണ്ടായ നമ്മുടെ ഒരു ഇമോഷണലി ഓവർവെൽമിംഗ് ആയിട്ടുള്ള കുറേ തോട്ട്സിൻ്റെ പുറത്ത് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനല്ല. കാരണം ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ അത്രയധികം സമയവും എനർജിയും ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് സമയമുണ്ടോ എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. പലപ്പോഴും നമുക്ക് ആദ്യത്തെ ഒരു കുട്ടിക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇനഫ് ആയിട്ടുള്ള ടൈം ഉണ്ടാവില്ല. നമ്മുടെ വർക്ക് കൾച്ചർ അങ്ങനെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് സമയമില്ലാത്ത ആൾക്കാരാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുന്നത്. ഈ ആദ്യത്തെ കുഞ്ഞിന് കൊടുത്ത അത്രയും സമയം തന്നെ പോരാ എല്ലാവർക്കും. ഓരോ കുട്ടിക്കും അവർ ഡിസർവ് ചെയ്യുന്ന സമയം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും പോലെ നിങ്ങളെപ്പോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ട് ആ ഒരു പ്രൈമറി കെയർ ഗീവിങ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണലി റെഗുലേറ്റഡ് ആയിട്ടുള്ള അഡൾട്ട്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പം അങ്ങനെയുള്ളൊരു സ്പേസിൽ മാത്രമാണ് നമ്മൾ അടുത്തൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ടാണ് അതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ സമയം, എനർജി, മണി, നമുക്ക് വേണ്ട സോഷ്യൽ സപ്പോർട്ട്, ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ഡിസയർ, ഫിസിക്കലി റെഡി ആവുക, നിങ്ങളുടെ മാരേജ് കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു സ്പേസിൽ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചേർന്ന് വരുന്ന സമയത്ത് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ്. അത് പ്യുവർലി ഒരു ഇമോഷണൽ ഡിസിഷൻ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. വളരെ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനോട്, രണ്ടാമത്തെ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ എനിക്കിനി ഒരു കുട്ടി വേണ്ട എന്ന തീരുമാനത്തിലിരിക്കുകയും എന്നാൽ ഈ സോഷ്യൽ പ്രഷർ കാരണം ഗിൽട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് പറയാനുള്ളത്.
നിങ്ങളുടെ ചോയ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പല റീസൺ ഉണ്ടായിരിക്കും. അതിന് നിങ്ങളെ പലരും കുറ്റപ്പെടുത്തി എന്ന് വരും. പക്ഷേ നിങ്ങൾ ഫുള്ളി റെഡി ആയിട്ടല്ലാതെ ഒരു കുഞ്ഞിനെ ആക്ച്വലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ആ കുഞ്ഞിനോട് ചെയ്യുന്ന വലിയ അനീതി. അതുകൊണ്ട് it's very important for you to be fully ready to welcome another child to this world. ഇനി ഒറ്റ കുട്ടി മതി എന്ന് തീരുമാനിച്ചിരിക്കുന്ന പേരൻസിന് വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് കമ്മ്യൂണിറ്റിയിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് പ്ലേ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ഇമോഷണൽ പാർട്ട്ണറാക്കി അവരെ വളർത്തിക്കൊണ്ട് വരാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മുടെ എല്ലാ ട്രോമയും എല്ലാം കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് എന്നുള്ള തരത്തിൽ അവരെ വളർത്തിക്കൊണ്ട് വരാതിരിക്കുക എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളില്ലാത്തൊരു സ്പേസിലും അവർക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കണമെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടും അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒരുക്കി കൊടുക്കണം. ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ അവരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം നിലയിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ചെറിയ റിസ്കുകൾ എടുത്തും അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തിനും ഏതിനും പെട്ടെന്ന് കൈനീട്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അവരെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത് ആസ് പേരൻസ് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ സിംഗിൾ ചൈൽഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവേ നമ്മൾ പേരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ സിംഗിൾ ചൈൽഡ് ആവുമ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മളിത് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് റിമൈൻഡ് ചെയ്യുകയായിരുന്നു. ഒറ്റക്കുട്ടിയായി എന്നുള്ളത് കൊണ്ട് മാത്രം ആരും മോശമായി പോവില്ല, ആരും കംപ്ലീറ്റ് ലോൺലിനെസ്സിലേക്ക് പോവില്ല. അവിടെയൊക്കെ പേരൻസ് കുറച്ചും കൂടി ഒന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കോൺഷ്യസ് ആയിട്ട് അവരുടെ റോൾസ് നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആകാവുന്നതേ ഉള്ളൂ എല്ലാ ഒറ്റക്കുട്ടികളുടെയും ലൈഫ്. അതുപോലെ ഒറ്റക്കുട്ടികളായിട്ടിരുന്നിട്ട് ഇത് പേരൻസ് നിങ്ങളോട് ചെയ്ത എന്തോ തെറ്റാണ് എന്ന് കരുതുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ യു ഓൾസോ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പേരൻസ് അവരുടെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ, അത് ശാരീരികമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിരിക്കാം, പല സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബയോളജിക്കലി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കും അവർ ആ ഒരു തീരുമാനത്തിലേക്ക് പോകാതിരുന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ആ ഒരു ചോയ്സിനെ നമ്മളും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ എല്ലാ സമയത്തും എനിക്കൊരു ബ്രദറിനെ തന്നില്ല, എനിക്കൊരു സിസ്റ്ററിനെ തന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരൻസിനെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം, പേഴ്സണലി അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെയാണ് തീർച്ചയായിട്ടും ഇതൊരു പേഴ്സണൽ ചോയ്സാണ്. കൺസിഡർ ചെയ്യാനുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ പേരൻസ് ആവാൻ ചൂസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ എനിക്ക് പേരൻ്റ് ആവണ്ട എന്ന് പറയുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ്സ് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിൽ സീ യു അഗെയിൻ വിത്ത് അനദർ ടോപ്പിക്.